ഞാൻ പറഞ്ഞല്ലോ 100-ലധികം സീറ്റുമായി UDF അധികാരത്തിൽ. നമസ്കാരം. നമുക്ക് VD സതീശന്റെ ഇന്നത്തെ പ്രസ്താവന ഒരിക്കൽ കൂടെ കേൾപ്പിക്കാം. കാരണം 100+ ആണ് അദ്ദേഹം വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതേപോലെ തന്നെ ആ VD സതീശൻ പറയുന്നത് 100% സത്യമാണെന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇപ്പോൾ ഏറ്റവും പുതിയ രഹസ്യ സർവേയിൽ പറഞ്ഞിരിക്കുകയാണ്. അതിന് നമ്മളിപ്പോൾ കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള 60 സീറ്റിൽ 45 സീറ്റ് UDFും 10 സീറ്റ് LDFും 1 സീറ്റ് BJPയും കൂടാതെ 4 സീറ്റിൽ ഈക്വൽ ഫൈറ്റും എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. ഈ 4 സീറ്റും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിയുന്നതനുസരിച്ചിട്ട് ചില മാറാം എന്നുള്ള നിലയാണ്. എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ തൃശ്ശൂർ മുതൽ അങ്ങോട്ട് ഒരു 4 മണ്ഡലങ്ങളുടെ 4 ജില്ലകളുടെ കണക്ക് 4-5 ജില്ലകൾ എടുക്കാം. ഒന്ന് തൃശ്ശൂരിലേക്ക് കടക്കുകയാണെങ്കിൽ തൃശ്ശൂർ കഴിഞ്ഞ തവണ LDFിന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായി. ആപ്പാടെ ചാലക്കുടി മാത്രമാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. എന്നാൽ ഇത്തവണ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സർവേയിൽ പറയുന്നത് ഞെട്ടിക്കുന്ന കാര്യമാണ്. അതിൽ ഏറ്റവും പ്രധാന CPM വിജയിക്കുന്ന അല്ലെ LDF വിജയിക്കുന്ന CPI വിജയിക്കുന്ന 4 സീറ്റുകളെ കാര്യം എടുക്കാം. ചേലക്കര കഴിഞ്ഞ തവണ ഉപതെരഞ്ഞെടുപ്പ് നടന്ന സ്ഥലമാണ്. 12,000 വോട്ടിനാണ് രണ്ടാമത് ജയിച്ചത്. ഇപ്രാവശ്യം ചേലക്കര വലിയ ബുദ്ധിമുട്ടാണ്. അവിടെ LDFിനെയാണ് അല്ല CPM സർവേയിൽ LDFിനെയാണ്. രണ്ടാമത് കുന്നംകുളം അതേപോലെ തന്നെ AC മൊയ്തീൻ കള്ളനാണ്. അതിൽ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. തട്ടിപ്പ് വീരനാണ്. മുമ്പ് ഞാൻ ജയിപ്പിക്കാൻ വേണ്ടി വടക്കാഞ്ചേരിയിൽ വേണ്ട പണിയെടുത്താളാണ്, മുരളിയെ തോൽപ്പിക്കാൻ വേണ്ടി മുന്നിലേക്ക് എടുത്താളാണ് ഞാൻ. അപ്പോൾ അവിടെ കുന്നംകുളത്ത് അയാൾക്കാണ് മുൻതൂക്കം എന്നാണ്, അയാൾ ജയിക്കുന്നതാണ് CPM സർവേയിൽ പറയുന്നത്, നമ്മളെ പറയുന്നതല്ല കേട്ടോ. പിന്നെ അടുത്തത് ചേലക്കര കഴിഞ്ഞു, കുന്നംകുളം കഴിഞ്ഞു, കയ്പമംഗലം CPIയുടെ സീറ്റിംഗ് സീറ്റാണ്. അവിടെ അട്ടിമറിക്കാൻ വലിയ പ്രയാസമാണ്. അവിടെ CPI വിജയിക്കുമെന്നുള്ളതാണ്. അപ്പോൾ 3ാമത്തെ സീറ്റും അവർ കൊണ്ടുപോകണു. പിന്നെ അതേപോലെയുള്ളതാണ് ഒല്ലൂര് രാജൻ കാൻഡിഡേറ്റിന്റെ മികവിൽ കൊണ്ട് അവിടെ CPM ഇടതുപക്ഷം വിജയിക്കുന്നു പറയുന്ന സ്ഥലമാണ്. CPI വിജയിക്കുന്നതാണ്. അപ്പം 4 സീറ്റ് അവിടെ പോകാവാണ്. പിന്നെ ഇപ്പൊ തൃശ്ശൂരിലേക്ക് കടക്കാം. തൃശ്ശൂര് പത്മജ വേണുഗോപാലാണ് സെക്കൻഡ് സ്ഥാനത്ത് നിൽക്കുന്ന ടൈറ്റ് ഫൈറ്റ് ഉള്ള ആള്. അവിടെ UDF സ്ഥാനാർത്ഥി മികച്ച ഇതിന് ജയിക്കുന്നുള്ളതാണ് സർവേയിൽ CPM സർവേയിൽ പറയുന്നത്. അതേ മണലൂര് ഇപ്പം വന്ന ഒരു ആരോപണത്തിന് മുമ്പുള്ള സർവേയാണ്. അവിടെ എന്ത് സംഭവിക്കും നമുക്കറിയില്ല. പക്ഷേ കഴിഞ്ഞ CPM സർവേന് മുമ്പ് വന്നുകൊണ്ട് CPM സർവേയിൽ പറയുന്നത് TN പ്രതാപൻ ജയിക്കുന്നു തന്നെയാണ്. ഇനി അടുത്തത് TN പ്രതാപന്റെ കഴിഞ്ഞിട്ട് അടുത്തത് ചാലക്കുടിയാണ്. കഴിഞ്ഞ തവണ ജയിച്ച സീറ്റാണ് CPM. കോൺഗ്രസ് ജയിച്ച സ്ഥലത്താണ് സനീഷ് ഇത്തവണയും വിജയിക്കുന്നുള്ള തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും അതേപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വൻ ഭൂരിപക്ഷം ഒന്നുമില്ല. അപ്പൊ അവിടെ UDF ജയിക്കും എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ കൊടുങ്ങല്ലൂർ നമ്മുടെ ജനീഷ് സംസ്ഥാന പ്രസിഡന്റ് വളരെ മുന്നിലാണ്. അവിടെ അട്ടിമറി വിജയം നേടുന്നു എന്നാണ് ആര് പറയുന്നത്? CPM സർവേ പറയുന്നത്. അങ്ങനെ ജയിക്കാമെങ്കിൽ ഇപ്പോ കയ്പമംഗലത്തിനോട്. പിന്നെ ഇരിഞ്ഞാലക്കുട നമ്മളെ മന്ത്രി വിജയരാഘവന്റെ ഭാര്യ അവർ തോൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഒത്തിരി നെഗറ്റീവ് ക്വാളിറ്റീസ് ഉണ്ട് മന്ത്രിയുടെ ഭാര്യ വിജയരാഘവന്റെ. തോൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അവിടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈക്വൽ ഫൈറ്റ് ആണ് നടക്കുന്നതാണ് CPM പറഞ്ഞത്. കാരണം ഘടകകക്ഷിയാണ് കൊടുത്തിരിക്കുന്നത്, കോൺഗ്രസ് അല്ല മത്സരിക്കുന്നത്. കേരള കോൺഗ്രസ് ജോസഫ് അതുകൊണ്ടാണ് അല്ലെ അവിടെ ജയിച്ചു. ഉണ്ണിയുടെ വലിയ കുഴപ്പക്കാരനല്ല, എന്നാലും ഘടകകക്ഷി എന്ന് പറയുമ്പോൾ കോൺഗ്രസ്. അതെ. അപ്പൊ അവിടെ UDF വിജയിക്കുന്നുള്ള ഒരു UDF അല്ല ടൈറ്റ് ഫൈറ്റ് എന്നാണ് CPM സർവേയിൽ പറയുന്നത്. പിന്നെയുള്ള സീറ്റുകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. കൊടുങ്ങല്ലൂർ പറഞ്ഞു, ഒല്ലൂർ പറഞ്ഞു, വടക്കാഞ്ചേരി UDF വിജയിക്കുന്നു എന്നുള്ളതാണ്. വടക്കാഞ്ചേരി UDF സീറ്റ് ആയിരുന്നു. UDF വിജയിക്കുന്നു എന്നാണ് പറഞ്ഞത്. അവിടെ നല്ലൊരു കാൻഡിഡേറ്റ് ആണ്, ഉല്ലാസാണ് വടക്കാഞ്ചേരി ഉല്ലാസല്ല വൈശാഖ് മത്സരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സേവിയർ ചിറ്റലപ്പള്ളിയാണ് അവിടുത്തെ സ്ഥാനാർത്ഥി വിജയിച്ചിട്ടുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യം സ്ഥാനാർത്ഥികളെ മെച്ചം കൊണ്ട് മാത്രം ജയിച്ചതാണ്. പക്ഷെ ഇപ്പോൾ നല്ല സ്ഥാനാർത്ഥി ഇവിടെ കോൺഗ്രസിന് വന്നു. വൈശാഖ് അവിടെ വിജയിക്കുന്നു എന്നുള്ളതാണ് CPM സർവേ പറയുന്നത് കേട്ടോ. പിന്നെ മണലൂർ പറഞ്ഞു, ഗുരുവായൂർ UDF വിജയിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുന്നംകുളം ചേലക്കരയും പറഞ്ഞല്ലോ. ചാലക്കുടി UDF, പുതുക്കാട് UDF. പുതുക്കാട് ഇതാണ് ഈക്വൽ ഫൈറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഈ പുതുക്കാട് ഈക്വൽ ഫൈറ്റ് ആണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്, സർവേയിൽ പറഞ്ഞിരിക്കുന്നത്. പുതുക്കാട് ഈക്വൽ ഫൈറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്, ടൈറ്റ് ഫൈറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇരിഞ്ഞാലക്കുട ടൈറ്റ് ഫൈറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇത്രയും കൽപ്പമംഗലം LDF ആണ്. നാട്ടിക UDF അവിടെ CPI സ്ഥാനാർത്ഥി ആയിരുന്ന MLA അങ്ങോട്ട് BJP പോയതുകൊണ്ടുണ്ടായ വോട്ട് മാറ്റമാണ് UDFന് അവിടെ മുൻതൂക്കം കിട്ടിയത്.
പിന്നെ അത് ഇതാ പറയുന്നുണ്ട്, സർവേയിൽ പറയുന്നുണ്ട്, CPM സർവേയിൽ പറയുന്നത് ടൗൺ തൃശ്ശൂരിലെ UDF വിജയിക്കുന്നു, അവിടെ പത്മജ തോൽക്കും എന്ന് തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പം 1, 2, 3, 4, 5 സീറ്റ് 6 സീറ്റ് UDFന് മുൻതൂക്കം എന്നുള്ള വിജയിക്കും എന്നാണ് ഇതിൻ്റെ അത് പറയുന്നത്. 7 സീറ്റാണ് UDFന് തൃശ്ശൂരിലുള്ളത്. ഭയങ്കര സംഭവം. 4 സീറ്റ് LDFനുള്ളൂ. 4 സീറ്റ് LDFന്, 2 സീറ്റ് ഈക്വൽ ഫൈറ്റ് നടക്കുന്നു. ഇതിൽ വേറെ വ്യത്യാസം കാണേണ്ടത് CPI CPM ഉള്ള ഘടകകക്ഷികളിൽ ഇതിൽ അപ്പർ ഹാൻഡ് ഇവിടെ CPIക്ക് കിട്ടുകയാണ് തൃശ്ശൂർ. അത് CPMന് കൈപ്പമംഗലും ഒല്ലൂരും അടക്കമുള്ള സ്ഥലങ്ങളിൽ അവർ CPI കയറി വരികയാണ്. CPM ആണ് ടൈറ്റ് ആകുന്നത്. എന്തായാലും 7 സീറ്റ് എന്ന് പറയുമ്പോൾ 2 സീറ്റ് ടൈറ്റും പറയുമ്പോൾ 7, 4, 11, 4 സീറ്റാണ് LDFന് വരുന്നത്. 7 സീറ്റ് അവിടെ കഴിഞ്ഞ വർഷം ഒരൊറ്റ സീറ്റ് മാത്രമുള്ള കോൺഗ്രസിന് സ്ഥാനത്താണ് ഇത്തവണ 7 സീറ്റായി വർദ്ധിപ്പിക്കുന്നത്. അതിൽ മണലൂരിൽ ഇപ്പൊ എന്തെങ്കിലും മാറ്റം വന്നു എന്ന് പറയാൻ പറ്റില്ല. കുന്നംകുളം ചിലപ്പോൾ സ്ഥാനാർത്ഥിയുടെ കുറച്ചുള്ള അഭിപ്രായ മോശം കൊണ്ട് എന്താ സംഭവിക്കുന്നത് അറിയില്ല. പക്ഷെ ഈ CPM സർവേ കറക്റ്റാണ്. ഏറ്റവും പ്രധാനം കൊടുങ്ങല്ലൂർ പറഞ്ഞാണ്. ജനീഷ് ഭയങ്കര കുതിച്ച് കയറി, ഞാൻ അത് കൂടെ പോയിരുന്നു. ഇതിപ്പോഴും നമ്മൾ എറണാകുളത്തേക്ക് കിടക്കും. എറണാകുളത്ത് 14 സീറ്റാണ്. നമ്മൾ പ്രത്യേകം വിശകലനം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? 2 സീറ്റ് മാത്രം തൃപ്പൂണിത്തറയും തൃപ്പൂണിത്തറ ഇത്തവണ വളരെ മോശമായ ഒരു സ്ഥിതിയാണ് LDFന്. കാരണം സ്ഥാനാർത്ഥി വൈപ്പിൽ നിന്ന് ഒഴിവാക്കിയ ഒരു സ്ഥാനാർത്ഥിയാണ്. അങ്ങനെ ഒരു ആരോപണ വിധേയനായ ഗുരുതരമായ ആരോപണം വെച്ച് ഒഴിവാക്കിയതാണ് ഷൈനി ഉണ്ണികൃഷ്ണൻ വിവാദം എന്നേ പറയാൻ എന്താണെന്ന് പറയേണ്ട. കോൺഗ്രസിലായിരുന്ന ഉണ്ണികൃഷ്ണൻ ഇപ്പോൾ പാർട്ടിക്ക് പുറത്തായിരുന്നേനെ. ഷൈനി പറഞ്ഞത് ആരുമായിട്ടും ഇഷ്ടപ്രകാരം കോൺഗ്രസിലായിരുന്നെങ്കിൽ ഉണ്ണികൃഷ്ണൻ ഇപ്പോൾ പാർട്ടിക്ക് പുറത്താണ്. അത് കറക്റ്റ്. അതോ ആരോപണം വന്നാൽ പുറത്താക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് പാർട്ടി അന്വേഷണ കമ്മീഷൻ നടത്തി അവരെ ശുദ്ധീകരിക്കുകയാണ്. CPMന് തീവ്രതയെക്കാളെന്ന് വരാം. ഇനി അടുത്തത് നമ്മൾ ഇടുക്കിക്ക് കിടക്കാം. ഇടുക്കിയിൽ 5 സീറ്റും UDFന് എന്നാണ് ഈ സർവേയിൽ പറയുന്നത്. എല്ലാ സർവേയിലും ഈ സർവേയിൽ 5 സീറ്റും. കാരണം ഉടുമ്പൻചോലയിലടക്കം, പിന്നെ ഇടുക്കിയിലടക്കം അഗസ്റ്റിൻ അല്ല MM മണി മത്സരിക്കുന്നില്ല. മത്സരിച്ചിരുന്ന 1-2 സീറ്റുകൾ കൂടുതൽ കിട്ടിയത്. എന്തായാലും 5 സീറ്റും UDFന് അനുകൂലമാണ്. ഇനി അടുത്തതാണ് കോട്ടയത്ത് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 7 സീറ്റിലും മൃഗീയമായ ഭൂരിപക്ഷമാണ് UDFനുണ്ട്. അവിടെ ഇപ്പോൾ ഇവരെ ഇതിൽ റിപ്പോർട്ടിൽ പ്രകാരം 9 സീറ്റും UDFന് അനുകൂലമാണ്. കാഞ്ഞിരപ്പള്ളി മാത്രമാണ് കുറച്ച് ടൈറ്റ് ഫൈറ്റ്. അതൊന്ന് മാറിക്കിട്ടി. വൈക്കത്തൊരു കർഷകൻ CPIയുടെ ഓഫീസിൽ ആത്മഹത്യ ചെയ്തതോട് കൂടിയിട്ട് ആ പ്രദേശം കംപ്ലീറ്റ് UDFന് അനുകൂലമായി എന്ന് തീർത്ത് പറയാൻ പറ്റും. തിരുവഞ്ചൂർ രാധാകൃഷ്ണനൊക്കെ മൃഗീയമായ ഭൂരിപക്ഷമായിരിക്കും. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം ആർക്കായിരിക്കും അറിയുമോ? പുതുപ്പള്ളിയിൽ ചാണ്ടിയമ്മനായിരിക്കും. ചാണ്ടിയമ്മന് ഇത്രയധികം ഒരു മേൽനോട്ട് ഇത്രയധികം ഫൈറ്റിലേക്ക് പോകുന്ന ആരും കരുതിയില്ല. ചാണ്ടിയമ്മനെ പറ്റി മുമ്പ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തതൊക്കെ തെറ്റും കൊണ്ടുള്ള ഒരു മുന്നോട്ടുള്ള മുരളിയെ വിളിച്ചിരുന്നില്ലേ? അതൊക്കെയുള്ള ലെവലിലുണ്ടായിരുന്ന ആളാണ് നമ്മളൊക്കെ മുന്നിൽ തിളങ്ങുന്ന വിജയവുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് അഹംഭാവമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ആർക്കും അദ്ദേഹത്തിനടുത്ത് ചെല്ലാം, ആർക്കും അദ്ദേഹത്തെ ഉമ്മൻചാണ്ടിയെ പോലെ കാണാം. ഉമ്മൻചാണ്ടിയേക്കാൾ കൂടെ ചെന്ന് അങ്ങോട്ട് ചെന്ന് വേണ്ട ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. ഇനിയിപ്പം നമ്മൾ പത്തനംതിട്ടയും കൂടെ എടുത്തേക്കാം. പത്തനംതിട്ട എടുക്കുമ്പോൾ പത്തനംതിട്ടയിൽ 5 സീറ്റിലും സ്വീപ്പായിട്ട് UDF വിജയിക്കുന്നു. പ്രത്യേകിച്ച് FCR വിജയത്തിന് എല്ലാ അനുഗ്രഹങ്ങളും നന്ദി പറയേണ്ടത് വീണ ജോർജിനോട് നന്ദി പറഞ്ഞ മാതാവിന്റെ മുമ്പിൽ ഒരു മെഴുകുതിരി കത്തിച്ച് അങ്ങനെ ഒരു കഥാപാത്രത്തെ CPM അവിടെ മത്സരിപ്പിച്ചത് നന്നായി. ഈ 5 മണ്ഡലങ്ങളിലും അതിന്റെ പ്രഭാവം വീണ ജോർജിന്റെ പ്രഭാവം ഉണ്ടാവും. പ്രത്യേകിച്ചും നമ്മുടെ അബി വർക്കി അവിടെ വന്നോട് കൂടിയിട്ട് വേറെ ഡയമെൻഷൻ വന്നു എന്നുള്ളതാണ് സത്യം. അങ്ങനെ നമുക്ക് ടോട്ടൽ സീറ്റ് എടുക്കുമ്പോൾ പത്തനംതിട്ട 5 സീറ്റും, കോട്ടയം 5 സീറ്റും, എറണാകുളം കോട്ടയം 9 സീറ്റും, ഇടുക്കി 5 സീറ്റും, അതേപോലെ എറണാകുളത്തെ 14 സീറ്റും കൂട്ടുമ്പോൾ 33 സീറ്റിൽ അവർ മുൻതൂക്കം ഉണ്ട്. പിന്നെ തൃശ്ശൂരിൽ 7 സീറ്റും, 37 സീറ്റ് UDFനാണ് എന്നുള്ളതാണ് പ്രധാനം. ഇത് പല സർവേകളും വരുന്നുണ്ടെങ്കിൽ സർവേ ഒക്കെ പൊട്ടിച്ചുകൊണ്ടാണ് CPMന്റെ സർവേ. മറ്റേ സർവേകളെയൊക്കെ പരിഹസിച്ചിട്ടാണ് ഇപ്പം CPMന്റെ രഹസ്യ റിപ്പോർട്ട് നമ്മൾ പുറത്തുവിടുന്നത്. അത് തന്നെയാണ് നമ്മളെ VD സതീശൻ പറഞ്ഞതും. VD സതീശൻ എന്താണോ പറയുന്നത് അത് സത്യം പറഞ്ഞാൽ അത്
CPM സർവേ ആദ്യം ആർക്ക് കിട്ടിയിട്ടുണ്ടാവും? VD സതീഷിന് കിട്ടിയിട്ടുണ്ടാവും. അതായിരിക്കും VD സതീശനും CPM-ആയിട്ട് ധാരണ ഉണ്ടെന്ന്. അതല്ല അധികം ഉറച്ചു പറയുന്നത്. ഞാൻ പറയുന്നത് നോക്കിയാ CPM സർവേ തെറ്റില്ല. കാരണം എന്ത് പറഞ്ഞാലും ഈ സർവേ പ്രകാരം നമ്മൾ 45-ഉം 37-ഉം എത്ര 82 സീറ്റിന്റെ മുൻതൂക്കം UDF-നാണ്. ഇപ്പം ഏതുവരെ? പത്തനംതിട്ട വരെ. ഇനി കൊല്ലം 3 ജില്ല. നമുക്ക് ആ ജില്ലകളിലേക്ക് നമുക്ക് വേറെ അടുത്ത എപ്പിസോഡ്. ഓക്കെ.